കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും കൂട്ടരാജി. പാർട്ടി ജനറൽ സെക്രട്ടറിയും മുൻ എംപിയുമായ വക്കച്ചൻ മറ്റത്തിലും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസ് കൊച്ചുപുരയിലും രാജിവെച്ചു. യൂത്ത് ഫ്രണ്ടും പിളർന്നു. കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഏത് നിലയിൽ എത്തി നിൽക്കുന്നു, ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ചർച്ച? പ്രത്യേകിച്ച് 3 സീറ്റിൽ മാത്രമാണല്ലോ കോൺഗ്രസ് നിലവിൽ മത്സരിക്കുന്നത്. ഇത്തവണ അതുണ്ടാവില്ല എന്ന തരത്തിലുള്ള വലിയ വാശിയിലാണ് കോൺഗ്രസും. എന്നാൽ കേരള കോൺഗ്രസും എങ്ങനെയാണ് ഉഭയകക്ഷി ചർച്ച പുരോഗമിക്കുന്നത്? ഉഭയകക്ഷി ചർച്ച അല്പനേരം മുമ്പാണ് ആരംഭിച്ചത്. കേരള കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള KM മാണി, ജോയ് എബ്രഹാം MP, ജോസ് കെ മാണി തുടങ്ങിയ നേതാക്കളാണ് ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. ഒപ്പം കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, PP തങ്കച്ചൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ UDF-നകത്ത് 15 സീറ്റാണ് കേരള കോൺഗ്രസിനുള്ളത്. ഇതിൽ പൂഞ്ഞാർ സീറ്റിൽ നിന്നും PC ജോർജ് പാർട്ടി വിട്ടുപോയ സാഹചര്യത്തിൽ പൂഞ്ഞാർ സീറ്റിനും അവകാശവാദമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അത് കേരള കോൺഗ്രസിൻ്റെ കൈവശം ഇരിക്കുന്നൊരു സീറ്റാണ്. ആ സീറ്റ് ലഭിക്കണം എന്നുള്ള ഒരു അവകാശവാദം തന്നെ VM സുധീരൻ യോഗത്തിൽ ഉന്നയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ DCC പ്രസിഡന്റ് ടോമി കല്ലാനിയെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത്. ഒപ്പം ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയെ സഹകരിക്കാൻ ഒരു കൂട്ടർ തയ്യാറായപ്പോൾ കുട്ടനാട് സീറ്റിൽ നിന്നും ഡോക്ടർ KC ജോസഫ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സീറ്റിനും വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ഒരു പ്രാഥമിക ഘട്ടമായിരിക്കാം തുടങ്ങി വെക്കുക. കാരണം തങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ വേണം, കേരള കോൺഗ്രസിൽ നിന്ന് വേണം എന്നുള്ള ആവശ്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക. എന്നാൽ ഉള്ള സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് KM മാണിയും കൂട്ടരും ആവർത്തിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ നേതാക്കൾ അധികമാണ് തങ്ങളുടെ പാർട്ടിയിലുള്ളത്. അത്തരത്തിലുള്ള നേതാക്കളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുള്ളതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ഇങ്ങോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന നിലപാടിലേക്ക് അവർ നിൽക്കുന്നു. എന്തായാലും പൂഞ്ഞാർ സീറ്റിനെ കുറിച്ച് ഉള്ള കാര്യത്തിൽ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എടുക്കാൻ തയ്യാറായാൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോകാനുള്ള സ്ഥിതിയിലേക്കായിരിക്കാം കേരള കോൺഗ്രസ് നീങ്ങുക. കാരണം ഇപ്പോഴത്തെ അവരുടെ പാർട്ടി പിളർപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് കേരള കോൺഗ്രസ് നേരിടുന്നത്. ജില്ലയിലെമ്പാടും തന്നെ കേരള കോൺഗ്രസിൻ്റെ വിവിധ പ്രവർത്തകരും നേതാക്കളുമെല്ലാം തന്നെ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് KM മാണി വിഭാഗത്തിന് വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വക്കച്ചൻ മറ്റത്തിൽ മുൻ MP-യും അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയും വക്കച്ചൻ മറ്റത്തിൽ രാജിവെച്ചുകൊണ്ട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള മേഖലകളിൽ പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ രാജിവെച്ച് രംഗത്തെത്തിയിരിക്കുന്നു. വലിയൊരു തരത്തിൽ വലിയൊരു ആഘാതവും പ്രതിസന്ധിയുമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേരിടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സീറ്റ് ചർച്ച കൂടിയാകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിനെ കഴിവതും പിണക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കായിരിക്കും മാണിയും കൂട്ടരും എത്തിച്ചേരുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒതുങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് 2 സീറ്റുകൾ ആവശ്യപ്പെടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ മാണി ഗ്രൂപ്പിന് വഴങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും പ്രാരംഭഘട്ടത്തിൽ തന്നെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ തുടങ്ങി വെക്കുക. സമീപഭാവിയിൽ ഇത്തരത്തിൽ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അത് മാണി ഗ്രൂപ്പിന് വീണ്ടും ആഘാതം സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യവും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും 15 സീറ്റുകൾ ഇപ്പോൾ തങ്ങൾക്ക് വേണം. ഒപ്പം മലബാറിൽ ഇപ്പോൾ 3 സീറ്റുകളാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ള. അതുകൊണ്ട് തന്നെ ഒരു വിജയസാധ്യതയുള്ള സീറ്റ് മലബാറിൽ ആവശ്യപ്പെടുക, ഏതെങ്കിലും സീറ്റുമായി വെച്ചുമാറുക എന്നുള്ള കാര്യവും കൂടി മാണി ഗ്രൂപ്പിൽ സജീവ ചർച്ച ചെയ്തിട്ടുണ്ട്. അക്കാര്യവുമെല്ലാം അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ അവർ പ്രകടിപ്പിക്കും. അതിനുശേഷം ഇപ്പോൾ ആദ്യഘട്ടത്തിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയായിരിക്കും ഇപ്പോൾ നടക്കുന്നത്. ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് പിന്നീടുള്ള തീരുമാനങ്ങൾ പിന്നീടുണ്ട്. എന്നാലും ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ലക്ഷ്യം. അതുകൊണ്ട് അതറിയാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ നേരിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതും ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നതും. പ്രശാന്ത്, നിലവിലെ സാഹചര്യങ്ങൾ മാത്രമാണോ ചർച്ച ചെയ്യുന്നത്, അതോ പൊതുവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശാലമായ ചർച്ച പ്രാഥമിക ഘട്ടം എന്ന നിലയിലെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് KPCC ട്രഷറർ ജോൺസൺ എബ്രഹാം അദ്ദേഹത്തിന് വേണ്ടി കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആ അർത്ഥത്തിലുള്ള ചർച്ചകളും നിലവിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ വെക്കുക. കാരണം ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF ഘടകകക്ഷികളുടെ സംസ്ഥാന തലത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പ് ജില്ലാ പ്രവർത്തന യോഗം ചേർന്നിരുന്നു, UDF പ്രവർത്തന യോഗം ചേർന്നു. അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇപ്പോൾ നടക്കുന്നത് കേരള കോൺഗ്രസും തമ്മിൽ സംസ്ഥാനത്ത് ഏതൊക്കെ സീറ്റുകൾ മത്സരിക്കണം, ഏതൊക്കെ സീറ്റുകൾ നീക്കുപോക്കുകൾ ഉണ്ടാകണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു യോഗമാണ്. അതുകൊണ്ട് തന്നെയാണ്
ഇപ്പോൾ ജോൺസൺ എബ്രഹാമിന് അടക്കമുള്ളവർക്ക് കുട്ടനാട് സീറ്റ് ചോദിക്കുന്ന ഒരാവശ്യം സുധീരൻ ഉന്നയിക്കും. ഒപ്പം പൂഞ്ഞാർ സീറ്റ് ടോമി കല്ലാനിക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കേരള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ മുന്നോട്ട് വെക്കും. ഇതിനോടൊക്കെ കേരള കോൺഗ്രസിൻ്റെ സമീപനം എന്തായിരിക്കും എന്ന് അറിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്കായിരിക്കും അത്തരം കാര്യങ്ങളിലേക്കുള്ള ചർച്ചകൾ പോവുക. എന്തായാലും കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളത് കേരള കോൺഗ്രസിനോട് തുറന്നു പറയാനും ഒപ്പം കേരള കോൺഗ്രസിന് തങ്ങളുടെ നിലപാടുകൾ എന്താണെന്ന് കോൺഗ്രസിനെ അറിയിക്കാനുമുള്ളൊരു വേദിയായിട്ട് മാത്രമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയെ കാണുന്നത്. ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കേരള കോൺഗ്രസിൽ കൂട്ടരാജി. കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുൻ MP-യുമായിരുന്ന വക്കച്ചൻ മറ്റത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് കൊച്ചുപുരയ്ക്കൽ എന്നിവരുൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. കൂടുതൽ രാജികൾ ഇനിയും ഉണ്ടാകും എന്നാണ് സൂചന. JSSന് 4 സീറ്റ് വേണമെന്ന് KR ഗൗരിയമ്മ. ചേർത്തല അല്ലെങ്കിൽ അരൂർ, ഇരവിപുരം അല്ലെങ്കിൽ വർക്കല, മൂവാറ്റുപുഴ എന്നീ സീറ്റുകളാണ് ആവശ്യപ്പെട്ടതെന്ന് ഗൗരിയമ്മ. AKG സെന്ററിൽ CPIM നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗൗരിയമ്മ. കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ TV സി വോട്ടർ സർവേ. LDFന് 89 സീറ്റും UDFന് 49 സീറ്റും ലഭിക്കും. ബംഗാളിലും ഇടതുമുന്നണി നേട്ടമുണ്ടാക്കും എന്നും സർവേ. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലമാണ് ഇന്ത്യ TV പുറത്തുവിട്ടത്. കേരളത്തിൽ ഇടതുതരംഗം ഉണ്ടാകുമെന്ന് സർവേ പ്രവചിക്കുന്നു. 140 അംഗ നിയമസഭയിൽ CPIM നേതൃത്വം നൽകുന്ന LDFന് 89 സീറ്റ് ലഭിക്കും. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് 49 സീറ്റാണ് സർവേ പ്രവചിക്കുന്നത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും 1 സീറ്റ് BJPക്ക് ലഭിക്കും എന്നുമാണ് സർവേ ഫലം. 2011 തിരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച വോട്ട് വിഹിതം 45.8% എന്നത് ഇത്തവണ 39.1% കുറയും. 44.6% LDFന്റെ വോട്ട് വിഹിതം. പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെങ്കിലും സീറ്റുകളിലും വോട്ടിംഗ് ശതമാനത്തിലും കുറവ് വരും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 184 സീറ്റ് ലഭിച്ചയിടത്ത് ഇത്തവണ 156 ആയിരിക്കും തൃണമൂലിന്റെ സീറ്റ് നേട്ടം. ഇടതുമുന്നണി ബംഗാളിൽ മുന്നേറ്റമുണ്ടാക്കും. 2011 തിരഞ്ഞെടുപ്പിൽ 60 സീറ്റ് ലഭിച്ച ഇടതുമുന്നണി ഇത്തവണ 114 സീറ്റുകളിൽ വിജയിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ AIDMK 116, DMK 101, മറ്റുള്ളവർ 17 എന്നിങ്ങനെയാണ് പ്രവചനം. അസമിൽ ആകെയുള്ള 126 സീറ്റിൽ BJP 57, കോൺഗ്രസ് 44, AIUDF 19, മറ്റുള്ളവർ 7 സീറ്റുകളും നേടുമെന്നാണ് സർവേ പറയുന്നത്. കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന് പീപ്പിൾ TV, സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ്, ഏഷ്യാനെറ്റ്, C4 എന്നീ സർവേകളും പ്രവചിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ചർച്ച പൂർത്തിയായതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് നീളുന്ന സാഹചര്യത്തിൽ തിടുക്കം ആവശ്യമില്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് AK ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുമെന്നും സുധീരൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അതേക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തി. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പും കുറച്ച് നീണ്ടുപോയതുകൊണ്ട് നേരത്തെയുള്ള അത്ര ഒരു അർജൻസി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ടും നാളെയും അടുത്ത ദിവസങ്ങളിലുമായി ഈ ചർച്ച തുടർന്ന് എത്രയും വേഗത്തിൽ പ്രാഥമികമായ ലിസ്റ്റ് തയ്യാറാക്കും. ഇന്ന് മറ്റൊരു പ്രധാനമായ ഒരു ധാരണ വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ശ്രീ AK ആൻ്റണിയെ നിർദ്ദേശിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പത്തനാപുരത്ത് കലോത്സവമല്ല, രാഷ്ട്രീയ പോരാട്ടമാണ് വേണ്ടതെന്ന് KPCC സെക്രട്ടറി G രതികുമാർ പറഞ്ഞു. പത്തനാപുരത്ത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് മുൻ കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ തുറന്നടിച്ചതിന് പിന്നാലെയാണ് G രതികുമാർ ജഗദീഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. പത്തനാപുരം രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട മണ്ഡലമാണെന്നും കലോത്സവമല്ല നടക്കുന്നതെന്നും രതികുമാർ ചൂണ്ടിക്കാട്ടി. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ മത്സരമാണ് നടക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷക്കാലമായി UDFിനൊപ്പം നിന്ന് MLA ആയി, മന്ത്രിയായി ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു നിർണായക ഘട്ടത്തിൽ UDFിനെയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെയും തള്ളിക്കളഞ്ഞ്
രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യാതെ ഇവിടുത്തെ UDF പ്രവർത്തകരെ വഞ്ചിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന KV ഗണേഷ് കുമാറിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തിനായി കാത്തിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ഒരു രാഷ്ട്രീയ മത്സരത്തിന് വേണ്ടിയാണ്, അല്ല ഇതൊരു കലോത്സവ മത്സരമല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ പത്തനാപുരത്തെ ജനാധിപത്യ വിശ്വാസത്തിൽ രാഷ്ട്രീയമായി നേടാൻ ആഗ്രഹിക്കുകയാണ്. ജഗദീഷ് എന്നല്ല പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെയും വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് സീറ്റ് പ്രതീക്ഷിച്ച് കഴിയുന്നവർ. അതേസമയം സിനിമാ ഷൂട്ടിംഗ് എന്ന നിലയിൽ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്ന ജഗദീശനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിത്തിരയിലെ കാണാനാകൂ എന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പത്തനാപുരത്ത് പ്രചരണം നടത്തി. എന്നാൽ ജഗദീഷിന്റെ ചിത്രങ്ങൾ പത്തനാപുരത്ത് ചിലർ സ്ഥാപിച്ചതോടെ യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ ഒട്ടിച്ചാണ് പ്രതിഷേധിച്ചത്. ആവശ്യം പോലെ സ്ഥാനാർത്ഥികൾ കൊല്ലം ജില്ലയിലുണ്ടായിട്ടും പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പോസ്റ്ററിലൂടെ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാലക്കാട് ജില്ലയിലെ നെന്മാറ സീറ്റ് വേണമെന്ന JDU CMP നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF-നായി മത്സരിച്ച JDU CMP കക്ഷികൾ 3ാം സ്ഥാനത്തേക്ക് പോയത് മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം. കഴിഞ്ഞ തവണ SJDക്ക് അനുവദിക്കുകയും പിന്നീട് കോൺഗ്രസിന് വിട്ടുനൽകുകയും ചെയ്ത സീറ്റാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ. ആ സമയത്തു തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് JDU ജില്ലാ നേതൃത്വം പറയുന്നത്. JDU ആവശ്യത്തോട് പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും സീറ്റ് വിട്ടുനൽകേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ പേരുകൾ നെന്മാറയിലേക്ക് DCC KPCC മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച JDU CMP സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പോയതാണ് യൂത്ത് കോൺഗ്രസ് വിമർശനത്തിന് അടിസ്ഥാനം. നെന്മാറ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകാനുള്ളതല്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജേഷ് ചന്ദ്രൻ പറഞ്ഞു. പരിചിതമല്ലാത്ത വ്യക്തികളും പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും വരികിൽ അത് നെന്മാറ നിയോജക മണ്ഡലത്തിൽ യേശില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF പിറകോട്ട് 3ാം സ്ഥാനത്തേക്ക് പോയ 2 മണ്ഡലങ്ങളിൽ ഒന്ന് പല്ലശ്ശേനയാണെങ്കിൽ മറ്റൊന്ന് CMP മത്സരിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനുള്ള ഇടമല്ല നെന്മാറ എന്നുള്ളത് അതിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ പല്ലശ്ശേന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF 3ാം സ്ഥാനത്ത് പോകാൻ കാരണം കോൺഗ്രസ് കാലുവാരലാണെന്നാണ് JDU നിലപാട്. കഴിഞ്ഞ തവണ MV രാഘവൻ മത്സരിച്ച സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യമാണ് CMP CP ജോൺ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 16 സീറ്റുകൾ വനിതകൾക്ക് നൽകണമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ പറഞ്ഞു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി നീക്കിവെക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോടും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തോടും സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജില്ലയിൽ ഒരു വനിത എന്ന നിലയിലെങ്കിലും സ്ത്രീകളെ പരിഗണിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു പരാതിക്കും ഇട നൽകാത്ത രീതിയിൽ പരമാവധി കേരളത്തിലെ കോൺഗ്രസ് സ്ത്രീകൾക്ക് അവസരം കൊടുത്ത് മറ്റു പാർട്ടികൾ കൂടി മാതൃകയാകണമെന്നാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ KSFയിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ മാറ്റിവെച്ചു. വിവിധ ജില്ലകളിലായി മാർച്ച് 5, 8, 9, 10, 11 തീയതികളിൽ നടത്താനിരുന്ന ഇന്റർവ്യൂ ആണ് മാറ്റിവെച്ചത്. പുതുക്കിയ സമയക്രമം പിന്നീട് അറിയിക്കുമെന്ന് KSFE ഡെപ്യൂട്ടി ജനറൽ മാനേജർ അറിയിച്ചു. മലേഷ്യൻ വിനോദസഞ്ചാര മേഖലയുടെ പ്രചരണാർത്ഥമുള്ള സെയിൽസ് മിഷന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ, ശ്രീലങ്ക രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികളെ മലേഷ്യയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെയിൽസ് മിഷൻ. മലേഷ്യൻ ടൂറിസം സാംസ്കാരിക മന്ത്രിയുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലേഷൻസ് ഉപദേശകൻ ദൽജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 57-അംഗ സംഘമാണ് മിഷന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. മലേഷ്യയിലെയും ഇന്ത്യയിലെയും ട്രാവൽ ഓപ്പറേറ്റർമാർക്ക് ആശയവിനിമയം സുഗമമാക്കുന്നതിനുള്ള ട്രാവൽ മാർട്ടും സെയിൽസ് മിഷന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. GITD സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ എക്സ്പോ 2016 കണ്ണൂരിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഗ്ലോബൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഫാഷൻ ഡിസൈനിംഗ് രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മികച്ച തൊഴിൽ കണ്ടെത്താൻ പ്രാപ്തരാക്കുന്ന GITDയിലെ വിദ്യാർത്ഥികളും പരിശീലകരും ചേർന്ന് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉള്ളത്.